ഫസ്റ്റ് മാച്ച് പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. അല്ലാതെ ഈ ടൂർണമെന്റ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം നമുക്കില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. സോ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാ ദിവസവും ടെസ്റ്റ് മാച്ചുകൾ നടത്തുന്നുണ്ടായിരുന്നു. ടൂർണമെന്റ് കളിക്കുന്ന ടീമുകൾക്ക് ടെസ്റ്റ് മാച്ച് നമ്മൾ വൈകുന്നേരം ഓർഗനൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് പല 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 ടീമുകളുടെ സൈഡിൽ നിന്നും ഈ പറയണത് പോലെ ട്രിഗറിങ് ആയിട്ടുള്ള സംസാരവും മറ്റേ അതും ഇതൊക്കെ ലൈവ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളിയും എല്ലാം ഉണ്ടായിരുന്നു. സോ ലാസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞ ദിവസം ടിവിയുടെ സൈഡിൽ നിന്ന് ഒരു ഇഷ്യൂ വന്നപ്പം അപ്പാർട്ട് ഫ്രം എ കാസ്റ്റർ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ അതിനിവിടെ പബ്ലിക്കലി വന്ന് സോറി പറഞ്ഞ് നിർത്തിയതാണ്. വീണ്ടും അത് പിന്നെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഫൈനൽ വാർണിംഗ് ആണ്. RSS7 ലൈനപ്പാണ് മെയിൻ ലൈനപ്പിനും അതുപോലെ ടിവിയുടെ മെയിൻ ലൈനപ്പിനും രണ്ടെണ്ണത്തിനുള്ള ഫൈനൽ വാർണിംഗ് ആണ്. ഇനി എന്തെങ്കിലും ഇതേപോലെ അതായത് നമ്മുടെ ടൂർണമെന്റിന്റെ POV സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വന്ന് പ്ലേയേഴ്സിനെ ശിഖണ്ഡിയെന്നും മുണ്ടച്ചിമോനെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് എനിക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തായാലും ഈ ഒരു ടൂർണമെന്റിന് ഫ്യൂച്ചർ നല്ല കുറെ പ്ലേയേഴ്സിൽ കുറെ പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഇതിന്റെ V2 V3 ഒക്കെ ഞങ്ങൾക്ക് നടത്തണം. സോ അതിന്റെ ഒരു നല്ല എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യും. ഇനി ഏതവനാണേലും ഒന്നുകൂടെ എടുത്ത് പറയുക, ഏതവനാണെങ്കിലും ടൂർണമെന്റിന് പുറത്താണ്. അല്ലാതെ കുറച്ച് പേര് പക്കുവിന്റെ ലൈവിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ച് പറയണത് ഭയങ്കര തെറ്റാണ്. ഇൻവൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ പബ്ലിക് ഇൻവിറ്റേഷനാണ്. പബ്ലിക് ഇൻവിറ്റേഷൻ ആണ്. താല്പര്യമുള്ള എല്ലാ ടീമിനും വന്ന് കളിക്കാം. അല്ലാതെ ആരുടെയും വീട്ടിൽ കത്തഴിച്ച് കൊണ്ടുവന്നിട്ടില്ല ആരും. മനസ്സിലായോ? ആരെയും കത്തഴിച്ച് കൊണ്ടുവന്നിട്ടില്ല. എല്ലാവർക്കും ഒരേ നിയമം പാലിച്ച് കളിക്കാമെങ്കിൽ കളിച്ചാൽ മതി. അല്ലാത്തവൻ കളിക്കണ്ട. ഞാൻ കുറെ ദിവസമായിട്ട് പറയാം. അല്ല ഇവിടെ കുറെ പേര് മറ്റേ സൗണ്ട് ബോർഡ് ഇടുന്നതിനും കമന്ററി പറയുന്നതിനും ഒക്കെ വേർതിരിവ്. ഗൈസ് അങ്ങനെയാണ്. എനിക്ക് അപരാധം പറയാനാണെങ്കിൽ ഇവന്മാരൊക്കെ ഞാൻ ഒരു കാസ്റ്ററിന് വെളിയിൽ നിന്നൊരു കാര്യം പറയാം. അപരാധം പറയാനാണെങ്കിൽ ഇന്നലെ വന്ന് ഈ RSS7 അപരാധിക്കുന്നതിനൊക്കെ കൂടുതൽ എനിക്ക് അപരാധിക്കാനുള്ളത് T47 പ്ലേയേഴ്സാണ്. അവരെയൊക്കെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ടൂർണമെന്റിൽ ഒരു പിക്ക് എടുക്കുമ്പോൾ പോലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറേ ഉള്ളൂ ഒരു കാസ്റ്റർ എന്നുള്ള രീതിയിൽ. അല്ലാതെ ഞാൻ ഒരുത്തനെയും ഒരു വേർതിരിവ് ഇവിടെ കാണിക്കുന്നില്ല. അപ്പം മര്യാദയ്ക്ക് കമന്റ് ഇടുവാണെങ്കിൽ മര്യാദയ്ക്ക്. പിന്നെ നിന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്തിട്ട് ഒരു കുന്തവും കിട്ടാനില്ല. കുറെ ഞാൻ ഇങ്ങനെ നമ്മൾ ഈ സ്പോൺസർഷിപ്പിന്റെ ഒക്കെ കാര്യം പറയാമെങ്കിൽ ആണടാ കയ്യിൽ നിന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാടാ. നിന്റെ അടുത്തുനിന്നൊക്കെ മേടിച്ചിട്ടുണ്ടോ? ആരുടെ അടുത്തൊന്നും മേടിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ഞാനായിട്ട് ചെയ്യുന്നതാ ഇത്. അപ്പം എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? പറയാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ചോദിച്ചാലും കണ്ടവന് വേണ്ടി 24 മണിക്കൂറും തമ്മിലടിക്കാൻ പോകണം. നിന്റെ എവിടെയാണ് 10 രൂപ എടുക്കാൻ ഉണ്ടാവും നിന്റെയിലൊക്കെ. അതാണ് നിന്റെയൊക്കെ വ്യത്യാസം. എല്ലാ ഉച്ചക്കത്തെ മറ്റേ ടൂർണമെന്റ് സ്പെക്കിൽ പോയിരുന്ന അടി, രാത്രിയിൽ ഇവിടെ വന്ന അടി, അടുത്ത് പാവം അഡ്മിന്റെ ലൈവിൽ പോയി അവന്റെ തള്ളക്കി വിളി. അവന്മാരൊക്കെ രാപ്പകലില്ലാതെ മറ്റേ അതിനകത്തിരുന്ന് ഇതാക്കിയിട്ടാണ് നിന്റെയൊക്കെ പ്ലേയേഴ്സിന് ഒരു ലാഗും ഇല്ലാതെ അതിനകത്ത് കളിക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു ബേസിക് ബോധം തലയിലോട്ട് പിടിച്ച് കയറ്റണം. മനസ്സിലായ? അപ്പൊ അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എഴുന്നേന്ന് കുരയ്ക്കാൻ. പിന്നെ ഞാനൊരു കാര്യം പറയാം. അൺഫോളോ ചെയ്യും, അൺസബ് ചെയ്യും, അല്ലെങ്കിൽ W ഇട്ടാൽ L ഇട്ടാല് പേടിച്ച് തീരുമാനം മാറ്റുന്ന സ്ട്രീമേഴ്സിനെ കണ്ടു വളർന്നതിന്റെ പ്രശ്നമാണ് നിനക്കൊക്കെ. അതല്ല ഞാൻ. മനസ്സിലായ? അതെന്തായാലും ഞാൻ അങ്ങനല്ല. എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അത് നീ അല്ല ഇനി നിന്റെയൊക്കെ തന്ത എന്ന് പറഞ്ഞാലും അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അഹങ്കാരമൊന്നുമല്ല. എൻ്റെ പണ്ട് തൊട്ടുള്ള ആറ്റിറ്റ്യൂഡും പണ്ട് തൊട്ടുള്ള ഇതും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഇവിടെ വരെ വന്നതും. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് അങ്ങമാതിരി ഭീഷണികളൊന്നും ഇതാക്കരുത്. മനസ്സിലായോ? എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കമന്ററിയിൽ പറയും, ഞാൻ ഇതാക്കും. പിന്നെ മര്യാദയ്ക്ക് ഞാൻ ഗൈസ് RSS7 ലീഡറിനെയും കോ ലീഡറിനെയും മര്യാദയ്ക്ക് വിളിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഷെയ്ഖിന്റെ കല്യാണമാണ്. പുള്ളിയെ ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയിലോട്ടോ പ്രശ്നത്തിലോട്ടോ അങ്ങനെ കല്യാണ സമയത്ത് എനിക്ക് വലിച്ചിടാനുള്ള ഒരു താല്പര്യവും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂർണമെന്റിന്റെ POVയുടെ അല്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പറയാം. അല്ലാതെ ഒരാളെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ വന്നിട്ട് അടിച്ചിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് ടീമിന്റെ അടുത്ത് എൻകറേജ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ദാറ്റ്സ് ഇറ്റ്. അത്രേ പറയാവുള്ളൂ. പറ്റുമെങ്കിൽ കളിച്ചാൽ മതി. ഏത് ടീമാണെങ്കിലും പറ്റുമെങ്കിൽ മാത്രം. ഞാൻ ഇന്നലെ പറഞ്ഞു സോറി പറയാനേ പറ്റത്തുള്ളൂ. കുനിഞ്ഞു നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് RSS7 മെയിൻ ലൈനപ്പിനും ടിവിയുടെ മെയിൻ ലൈനപ്പിനും രണ്ട് ലൈനപ്പിനും ഇതിന്റെ അപ്പുറത്തോട്ട് ഏതെങ്കിലും POV വൈസ് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ രണ്ട് ടീമും ടൂർണമെന്റിന് പുറത്താണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ഇത് വരാനുള്ള കാരണമുണ്ട്. ഇന്നാണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത്, ഞാൻ നമ്മുടെ ചാറ്റിൽ വന്ന് ചുമ്മാ ഇരുന്ന് കളിയാക്കിയ സമയത്ത് ഞാൻ RSS7 ലൈനപ്പിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതി ഇങ്ങനെ ഇന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തള്ളക്കി വിളിക്കുക അതൊന്നും അല്ല ഞാൻ ചെയ്തത്. എനിക്ക് പറയാനുള്ളത് ക്വാളിഫൈ ആയിട്ട് സംസാരിക്കുന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഈ ഒരു VC നോക്കിയാൽ എത്ര പേരുടെ കഷ്ടപ്പാടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. എത്ര പേരുടെ. അപ്പൊ ഈ അപ്പാർട്ട് ഫ്രം ഈ ടിവിയും RSS7 ഒന്നും അല്ലാതെ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. മനസ്സിലായ? നീലാടാ സ്റ്റാർട്ടാക്കിയേ പോടാ ഉണ്ണ എവിടുന്നു നീല് മാത്രം. നിന്റെയൊക്കെ അവന്മാര് പിന്നെ വായിന്ന് മറ്റേ
ശുക്ലാംബരതരം വിഷ്ണു ശശിവണ്ണം ചതുർഭുജം എങ്ങാണല്ലോ ഒരു സ്ട്രീമിലിരുന്ന് പറയുന്നേ. എല്ലാ അമ്മമാരുടെയും കയ്യിൽ കഴപ്പുണ്ട്. അത് ഈ ടൂർണമെന്റിലോട്ട് ഡ്രാഗ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ RSS7 ടിവിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ഇവിടുത്തെ ബാക്കിയുള്ള ലീഡറും കോ ലീഡറും എല്ലാം സംസാരിച്ച് ഇതാക്കിയതാണ്. മനസ്സിലായ? സംസാരിച്ച് ശരിയാക്കിയതാണ്. അപ്പൊ പ്ലേയേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഈ ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷം പുറത്ത്, ഇതിനകത്ത് വേണ്ട. അത്രേ ഉള്ളൂ. അപ്പൊ സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇനി ഇത് ചാറ്റിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് വിളിച്ചു തരും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഓക്കെ.